ET ടോക്സിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് നിഖിൽ മാത്യു. നമസ്കാരം സാർ. നമസ്കാരം. ഇപ്പം ഒരാൾക്ക് ആഗ്രഹം തോന്നാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ തുടക്കക്കാരൻ എത്ര രൂപ മുതൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങണം? ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഹാബിറ്റാണ്. ആ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അത് ഇത്ര രൂപ എന്നൊന്നുമില്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയൊരു എമൗണ്ടിൽ, ഏറ്റവും ചെറിയൊരു എമൗണ്ട്, അത് മിനിമം ഇപ്പം ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 500 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ അങ്ങനെയല്ല, ഡയറക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിലോട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ETF-കളൊക്കെ, ഇപ്പോൾ ഇവൻ ഗോൾഡ് ETF, ടാറ്റയുടെയൊക്കെ 7 രൂപ അല്ലെങ്കിൽ 10 രൂപ 15 രൂപ വരെയുള്ള സ്റ്റോക്കുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഹാബിറ്റ് ബിൽഡ് ചെയ്തെടുക്കുക, എമൗണ്ടിന് ഒരു പ്രസക്തി ഇല്ല. അപ്പോൾ ഒരു 100 രൂപ ഉണ്ടെങ്കിൽ പോലും ഒരു തുടക്കക്കാരന് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു തുടക്കക്കാരൻ ഇൻട്രാഡേ ട്രേഡിംഗ് നടത്തുന്നതാണോ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതാണോ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യം? തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത് അതൊരു സ്പെക്കുലേഷൻ ആണ്, വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് സ്റ്റൈലാണ്. നമുക്ക് അതിനുള്ളിൽ എന്തെങ്കിലും തരത്തിലൊരു സക്സസ് ആകണമെന്നുണ്ടെങ്കിൽ അത്രയും ഡെഡിക്കേഷൻസും അതേപോലെ തന്നെ അത്രയും നോളജും അത്രയും എക്സ്പീരിയൻസും അത്രയും ഇമോഷണൽ കൺട്രോൾസ് എല്ലാം തന്നെ വേണം. ഇതൊക്കെ നമുക്കൊരു ബിൽഡ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു 3-4 വർഷമൊക്കെ എടുക്കും. ഓരോ ആൾക്കാർക്ക് ഡിപ്പെൻസ് ആണ്. ചില ആൾക്കാർ ഒത്തിരി വർഷം എടുക്കാം, ചില ആൾക്കാർ 2-3 വർഷം കൊണ്ടൊക്കെ ആകാം. എന്നാൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് തുടങ്ങുന്ന അന്ന് മുതൽ തന്നെ ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. കാരണം നമുക്ക് ആ വലിയൊരു അറിവിൻ്റെ ആവശ്യമില്ല ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. എസ്പെഷ്യലി മ്യൂച്വൽ ഫണ്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒത്തിരി അറിവിൻ്റെ ആവശ്യമില്ല, ഇമോഷൻസ് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ഈ പറഞ്ഞ എക്സ്പീരിയൻസിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മളുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ചെറിയൊരു തുക ഉണ്ടായിരിക്കുക, എല്ലാ മാസവും റെഗുലറായി അത് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു രീതി മാത്രം മതി. അതുകൊണ്ട് ഒരു തുടക്കക്കാർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. ഒരു സ്റ്റോക്ക് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് അത് പറയുന്നത്? സ്റ്റോക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ആക്ച്വലി നമ്മളതിൻ്റെ എന്തുകൊണ്ടാണ് നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പം സ്റ്റോക്കിൽ തന്നെ നമുക്ക് സ്വിംഗ് ട്രേഡിംഗ് ഉണ്ട്, ഇപ്പോൾ ഇൻട്രാഡേ ഉണ്ട്, സ്വിംഗ് ട്രേഡിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇൻട്രാഡേ ചെയ്യുന്നത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, കൂടുതൽ ഞാൻ സ്വിംഗും ലോങ് ടൈമും ഞാൻ കമ്പയർ ചെയ്യാം. അപ്പോൾ സ്വിംഗ് ട്രേഡിങ്ങിൽ വരുമ്പോൾ പ്രധാനമായിട്ടും നമുക്കൊരു സ്റ്റോക്കിൽ ഉണ്ടായിരിക്കേണ്ടത് ഒരു മൊമെൻറ്റോ ആണ്. നല്ലൊരു മൊമെൻറ്റോ ഉള്ളൊരു സ്റ്റോക്ക് ആയിരിക്കണം. ആ ഒരു സ്റ്റോക്കിൻ്റെ സെക്ടറിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റോ ഉണ്ടായിരിക്കണം. സെയിം ടൈം അതിനുള്ളിൽ നമുക്ക് ടെക്നിക്കലി നല്ലൊരു ട്രേഡ് ലൊക്കേഷനിൽ കൂടി ആയിരിക്കണം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഫണ്ടമെൻ്റൽ നോക്കുകയാണെങ്കിൽ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ് വരുന്നത്. ആ ഒരു കമ്പനിയുടെയോ ഇല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയുടെയോ പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ വരുന്ന വർഷങ്ങളിൽ അത് എത്രത്തോളം പെർഫോം ചെയ്യാം, ആ ഒരു ഇൻഡസ്ട്രി എത്ര പെർസെൻറ്റേജിൽ അല്ലെങ്കിൽ എത്ര CAGR ആ ഒരു ഇൻഡസ്ട്രി ഗ്രോ ചെയ്യാം, അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിന് എത്രത്തോളം ആ ഒരു സെക്ടറിൻ്റെ ഉള്ളിൽ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, ഇല്ലെങ്കിൽ എത്ര ഇതുണ്ടെന്ന് മനസ്സിലാക്കി നമുക്ക് ആ ഒരു സ്റ്റോക്കിൻ്റെയോ ഇല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെയും കൂടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാൻ പറ്റണം. അപ്പം സ്വിംഗ് ട്രേഡർ ആണെങ്കിൽ പ്യുവറായിട്ട് ഈ ഒരു ടെക്നിക്കൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അതിൻ്റെ ഫണ്ടമെൻ്റൽ സൈഡും വളരെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും സ്റ്റോക്ക് മൊമെൻറ്റത്തിലുള്ളതോടെ, അതായത് ടെക്നിക്കൽ റീസൺ കൊണ്ട് എൻട്രി എടുക്കുകയും പിന്നെ അത് ഫെയിൽ ആകുമ്പോൾ ലോസ് അക്സെപ്റ്റ് ചെയ്യാതെ അതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആക്കുകയും ചെയ്യും. അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ആദ്യം നമ്മൾ സ്വിംഗ് ട്രേഡർ ആണോ ഇൻവെസ്റ്റർ ആണോ എന്ന് ഡിസൈഡ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ട്രേഡ് എടുക്കുക. സാർ, ഇപ്പം ട്രേഡിംഗ് നടത്തുമ്പോൾ ടെക്നിക്കൽ അനാലിസിസിനാണോ ഫണ്ടമെന്റൽ അനാലിസിസിനാണോ കൂടുതൽ പ്രാധാന്യം നൽകുക? ഞാൻ ചെയ്യുന്നത് സ്വിംഗ് ട്രേഡിംഗ് ആണ്. സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറച്ച് ആഴ്ചകൾ മുതൽ അല്ലെങ്കിൽ കുറച്ച് മാസം വരെ ഹോൾഡ് ചെയ്യുന്ന ഒരു ട്രേഡിംഗ് സ്റ്റൈലാണ്. അതിൽ ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് ആണ്. കാരണം എനിക്ക് വേണ്ടത് അടുത്ത 6 മാസം കഴിയുമ്പോഴോ ഇല്ലെ 1 വർഷം കഴിയുമ്പോഴോ ആ കമ്പനി എന്ത് ചെയ്യുമെന്നുള്ള നോളജ് അല്ല വേണ്ടത്. പകരം നിലവിൽ ഏത് സെക്ടറാണ്, ഏത് സ്റ്റോക്കാണ് സ്ട്രോങ് ആയി നിൽക്കുന്നത്, അതിന് ആ മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ, എന്തെങ്കിലും പാറ്റേൺ ഫോർമേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ റെഗുലറായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജിയുടെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ളതാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പ്രധാനമായിട്ടും എൻ്റെ ട്രേഡിംഗ് സ്റ്റൈലിൽ ഞാൻ ടെക്നിക്കൽ അനാലിസിസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ട്രേഡിംഗ് ചെയ്യുമ്പോൾ ഇപ്പോൾ സാറിൻ്റെ എക്സ്പീരിയൻസിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, തുടക്കത്തിൽ നല്ല നഷ്ടം ഉണ്ടായിട്ടുണ്ട്, പിന്നെയാണ് പതിയെ ലാഭത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഏണിങ്ങിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ ഒരാൾക്ക് തുടർച്ചയായി ഇങ്ങനെ ലോസ് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് മാനസികമായി അതിനെ നേരിടാൻ വേണ്ടി ഒരുങ്ങേണ്ടത്? അതിന് നമ്മൾ ഏറ്റവും ചെറിയൊരു എമൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ വളരെ വലിയൊരു എമൗണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു 10 ലക്ഷം രൂപയുണ്ട്, ഞാൻ ആ 10 ലക്ഷം രൂപയ്ക്ക് ഡയറക്റ്റായിട്ടാണ് ഞാൻ മാർക്കറ്റിലോട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എനിക്ക് തുടക്കത്തിൽ വലിയ നഷ്ടങ്ങൾ വരാം. ചിലപ്പോൾ 1 ലക്ഷം രൂപയോ 2 ലക്ഷം രൂപയോ 3 ലക്ഷം രൂപയൊക്കെ നഷ്ടങ്ങൾ വരാം. അത്രയും വലിയ നഷ്ടങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു തുടക്കക്കാർക്ക് സർവൈവ് ചെയ്യുക അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല.
അപ്പം ഒരു ബിഗിനർ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു എമൗണ്ട് 10,000, 20,000, 30,000 സ്റ്റാർട്ട് ചെയ്യുക. അപ്പം അതിൽ നിന്ന് നമുക്ക് 1,000, 2,000, 500 വെച്ച് പോയാലും നമ്മളിതൊരു പഠിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു തുകയാണെന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് സ്റ്റിൽ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാനും കൂടുതൽ പഠിക്കാനും സർവൈവ് ചെയ്യാനും മുന്നോട്ട് പോകാനും വേണ്ടിയിട്ടൊക്കെ സാധിക്കും.